മുഅ്മിനീങ്ങളെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തിരുന്നു പഴയ കാലത്ത് ആളുകൾ. അപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ അരികിൽ പോയിട്ട് സമയങ്ങളോളം ഇരുന്നിരുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് സിയാറത്ത് ചെയ്തവരെന്നല്ല, പിന്നെ എങ്ങനെ അത് കാണും? ബാപ്പയുടെ ഖബറിന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുക. സാലിഹ്യങ്ങൾ ഖബർ ഉണ്ടാക്കിയിട്ട് ഇരിക്കുക, സ്വന്തം ഖബറിലേക്ക് രാവിലെ വന്ന് നോക്കുക. എത്ര ആളുകളുണ്ട് തന്റെ ഖബറുണ്ടാക്കി വെക്കുക, എന്നിട്ട് ഖബറുണ്ടാക്കി വെച്ചിട്ട് ഈ ഖബറിൽ ഒന്ന് ഖബറിന്റെ അരികിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയുക. അങ്ങനെയുള്ള ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ഒരുപാട് മഹാന്മാർ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ധാരാളം ഉണ്ട്. ഖബറുണ്ടാക്കി വെച്ചിട്ട് ആ ഖബറിന്റെ അരികിൽ വന്നിട്ട് പൊട്ടിക്കരയുക. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പഴയ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യൻ ഒഴിവില്ല. ഇന്ന് മനുഷ്യന്റെ തിരക്ക് അവസാനിക്കാൻ അവൻ്റെ മരിക്കണ നേരത്താ. അല്ലാഹു തആല കാക്കട്ടെ. അങ്ങനെയാ ഇദാ സറഅബ്ദുൻ ദുനിയാഹു അലാ ആഖിറതിഹി ബസ്സസ്തു അലൈഹി ഹുമൂമഹു യഖൂലുല്ലാഹു ഖാല റസൂലുള്ളാഹി. മനുഷ്യന്മാരെ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഹമ്മധികരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഹദീസുകൾ കാണാം, ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻസാറ അഖാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ സഹോദരന്റെ കൂട്ടുകാരൻ, ജേട്ടൻ, അനുജൻ, കൂട്ടുകാരൻ ആ ഖബർ സിയാറത്ത് ചെയ്താൽ പോലും ആ മനുഷ്യൻ സ്വർഗീയ പരിമളം ആസ്വദിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ നബി റസീനിൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി അബൂ റസീനെ തൊട്ട് ഹബീബായ നബി പറഞ്ഞു, അബൂ റസീനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ റസീനെ ഇന്നൽ മുസ്ലിമ ഇദാ സാറ അഖാഹുൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ ശയ്യാഹു 70000 മലക്കിൻ യുസല്ലൂന അലൈഹി അല്ലാഹുമ്മ യഖൂലുന അല്ലാഹുമ്മ സിൽഹു ഫീക കമാ അല്ലാഹുമ്മ സിൽഹു ഫീ അല്ലാഹുമ്മ വസലഹു ഫീക ഫസ്ൽഹു. മറ്റൊരാൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. 70 മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. ആ മലക്കുകൾ പറയും, പടച്ചവനെ ഈ മനുഷ്യൻ മറ്റേ മനുഷ്യനെ ഇപ്പോഴും മറക്കാതെ ചേർത്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ നീ നിന്നിലേക്കും ചേർക്കണമെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അലിമ الزائر നോക്ക് لو علم الزائر لمن يزور وما له من الأجر لمشى ولو على أجفان عينيه. ഒരു മനുഷ്യന് സിയാറത്തിൽ ഉണ്ടാകുന്ന കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ കാലുകൊണ്ട് നടക്കാൻ കഴിയില്ലെങ്കിൽ മുഖം കുത്തിയിട്ടെങ്കിലും ഖബറിന്റെ അരികിലേക്ക് വരുന്ന പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യന് ഖബർ സിയാറത്ത് ചെയ്തതിന്റെ മഹത്വം അറിഞ്ഞാൽ, ഖബർ കൊണ്ട് സിയാറത്ത് കൊണ്ടുള്ള നേട്ടം ഒരു മനുഷ്യൻ അറിഞ്ഞാൽ, ആ മനുഷ്യന് നടക്കാൻ കഴിയില്ലെങ്കിൽ കൺപുരികങ്ങൾ കുത്തിയിട്ടെങ്കിലും മുഖം കുത്തിയിട്ടെങ്കിലും അവൻ ഖബർ സിയാറത്തിന് വരാൻ ചെയ്യും എന്ന് പടച്ചോൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹദീസ് കൂടി ഞാൻ പറയാം. സിയാറത്ത് ചെയ്യാൻ പൂതിയുള്ളവരെ ഞാനൊരു ഹദീസ് കൂടി പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹദീസ് കൂടി പറയാം. ആ ഹദീസൊക്കെ എഴുതി വെക്കേണ്ട ഹദീസുകളാണ്. പുണ്യനബി പറഞ്ഞു, കേട്ടോളൂ. ഒരുപാട് സ്ഥലത്ത് ഈ ഹദീസ് ഉണ്ട്. ആനസുമായകൂനുൽ മയ്യിതു ഫീ ഖബരിഹി ഇദാ സാറഹു മൻ കാന അഹബ്ബഹു ഫിദ്ദുനിയാ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ സന്തോഷം അവൻ ഇഷ്ടപ്പെട്ട ആൾ അവനെ സിയാറത്ത് ചെയ്യലാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒന്ന് ചെയ്തൂടെ? ഖബറിൽ മയ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഇദാ സാറഹു മൻ കാന യുഹിബ്ബുഹു ഫിദ്ദുനിയാ, ദുന്യാവിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അവനെ സിയാറത്ത് ചെയ്യുമ്പോഴാണ് ഖബറാളിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എങ്ങനെയുണ്ട്? നമ്മളെ ഉമ്മാക്കൊക്കെ നമ്മളോട് എന്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും മരിച്ചിട്ട് നമ്മളൊന്ന് പോകുമ്പോൾ
എത്രയിരിക്കും സന്തോഷം. ഇതൊക്കെ ഇത് മുഹമ്മദ് നബി പറഞ്ഞല്ലേ, ഇത് ഏത് പാക്ഷികമല്ലല്ലോ, ഒരു പക്ഷം പറഞ്ഞല്ലോ, ഇത് മുത്തുനബി പറഞ്ഞല്ലേ. ഈ ഹദീസുകളൊക്കെ വളരെ പ്രധാനമാണെന്ന് യഹ്യയിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഹാഫിള് ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹിലുണ്ട്, കിതാബുർ റൂഹ് എൻ്റെ കയ്യിലുണ്ട്. അതും പറയട്ടെ, ഇത് രേഖപ്പെടുത്തുന്നത് ഈ ഹദീസുകളൊക്കെ ഇതൊക്കെ ബലപ്പെട്ട രേഖകളാണെന്ന് പറയുന്ന ആളാരാ? ഹാഫിള് ഇബ്നു ഖയ്യിം. ആരാ ഹാഫിള് ഇബ്നു ഖയ്യിം? ഹാഫിള് ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇന്നിവിടെ സിയാറത്തിന് എതിര് പറയുന്ന ചില ആളുകൾ അവർ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചേർത്ത് പറയുന്ന ആളാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഹാഫിള് ഇബ്നു ഖയ്യിം. ഹാഫിള് ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹ് ഇതിലുണ്ട്. ഹാഫിള് ഇബ്നു ഖയ്യിം വ്യക്തമായി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രേഖകളിൽ അനവധി രേഖകൾ ഹാഫിള് ഇബ്നു ഖയ്യിമിന്റെ കിതാബുർ റൂഹിൽ നിന്ന് എടുത്തതാണ്. ശ്രദ്ധിക്കണം. ഖബറില് മയ്യത്തിന് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് കാനത്തിൽ അൻസാറു ഇദാ മാതലഹുൽ മയ്യിത്തു ഇഖ്തലഫു ഇലാ ഖബരിഹി. ഒരാൾ മരിച്ചാൽ അൻസാരിങ്ങൾക്ക് ഒരു പതിവുണ്ടായിരുന്നു. അവർ ഒരു ദിവസമൊന്നുമല്ല, എപ്പോഴും ആള് പോയി മണ്ണുകൊണ്ടേയിരിക്കും. അതായത് ദാറുൽ ഉർബത്ത് സ്വഹബത്തിലും ദാറുൽ വഹ്ശത്തിലേക്ക് പോയതല്ലേ. അപ്പൊ ഒറ്റക്ക് അവിടെ ഇരിക്കുമ്പോൾ ഏതുപോലെ ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയച്ചാൽ നേരെ പിറ്റേന്ന് തന്നെ കാണാനൊന്ന് പോവുമല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടാ? മനസ്സിലായില്ലേ? നമ്മളെ വീട്ടിൽ നമ്മളൊരു മോളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചാൽ അവിടെ സുഖമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് ഇനിയൊക്കെ ആപത്ത് വരാനുള്ളതാണെങ്കിൽ പോലും ആദ്യം കല്യാണം കഴിച്ച് കൊണ്ടുപോയ അന്നും പിറ്റേന്നൊക്കെ എത്ര വലിയ കുഴപ്പമുള്ള വീടാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, വളരെ സന്തോഷമായിരിക്കും. അങ്ങനത്തെ വീട്ടിൽ പോലും നമ്മൾ പിറ്റേ ദിവസം പോയി നോക്കുമല്ലോ, എന്ത് അവർ നമ്മളിൽ നിന്നൊന്ന് പോയതാണ്. അപ്പൊ വലിയൊരു വഹശത്തുണ്ടാവും, ഒരു ഏകാന്തത. അതിനൊരു പരിഹാരം എങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടമല്ല ആൾ അവനാണ് സിയാറത്ത് ചെയ്താൽ ആ ഖബറാളിക്കുള്ള ഒരു സന്തോഷത്തിന് അതിരുണ്ടാവില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുർവഖാരിബി ജന്നബാതി ഖബരി കഅന്ന ഖാരിബി ലം യഅരിഫൂനി. ഒരു ഖബറാളിയുടെ ആത്മകഥ ഇതിലുണ്ട്, കിതാബുർ റൂഹിലുണ്ട്. ഒരു ഖബറാളിയുടെ ആത്മകഥ ഒരു ഖബറിൽ നിന്ന് കേട്ടു എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഖബറിൽ നിന്ന് ഇങ്ങനെ കേട്ടു, ഖബറിൽ നിന്ന് കേട്ടു, ഒരു ബെയ്ത്ത് കേട്ടു, ഒരു ഖബറാളി പാട്ടുപാടിയ ബെയ്ത്ത് കേട്ടു ഖബറിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ബെയ്ത്ത് കേൾക്കും. ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് തബാറക ഓടിയത് കേട്ടു എന്ന് ഹാഫിള് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വഹാബികള് ടെന്റ് അടിച്ചപ്പോൾ ആ ടെന്റിന്റെ അടിയിൽ വെച്ച് തബാറക ഓടുന്നത് കേട്ടു. അപ്പോൾ മുമ്പ് മറവ് ചെയ്യപ്പെട്ടവരവിടെ ഖബറിന്റെ മുകളിലാണ് എന്ന്. അതെങ്ങനെയെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഖബർ വന്നു. മുൻകാല വേദഗ്രന്ഥങ്ങളിൽ തബാറക്കക്ക് സമാനമായ അധ്യായം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ആവോ? നിങ്ങളിവിടെ മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മുൻകാലത്ത് എന്നോ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ടെന്റ് കെട്ടി. അവിടെ നിന്നും മുസ്ലിമീങ്ങൾ ആരെയും മറവ് ചെയ്തിട്ടില്ല. അപ്പോൾ ടെന്റിന്റെ അടിയിൽ നിന്ന് തബാറക്കക്ക് സമാനമായി ഇങ്ങനെ ഓടുന്നത് കേട്ടു. അപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ഹബീബ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം. ഈ സംഭവം ഹാഫിള് ഇബ്നു കസീർ രേഖപ്പെടുത്തി. തബാറക്കയുടെ ബാബിൽ തബാറക്ക ഓടുന്ന പതിവുള്ള ആളായിരുന്നു. തബാറക്കക്ക് സമാനമായ അധ്യായം ആ വേദഗ്രന്ഥത്തിലുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കും. ജനബാതി ഖബരി കഅന്ന ഖാരിബി ലം യഅരിഫൂനി. എന്റെ കുടുംബം എന്റെ ഖബറിന്റെ പരിസരത്തൂടെ നടന്നു പോകുന്നു, അവരിപ്പോൾ എന്നെ അറിയാത്തത് പോലെയല്ലോ. ഒരു ഖബറാളി ആത്മകഥനം ചെയ്യുക. ഉദാഹരണമായി എന്റെ വല്യപ്പാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളെ വല്യപ്പാർക്കും നിങ്ങൾക്കും അങ്ങനെയാവുമല്ലോ. എന്റെ വല്യപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ആ ഖബറിന്റെ ആ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോവുക. ഒന്നാണ് വല്യപ്പാന്റെ അടുത്ത് എന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും വേദന? ഈ വേദന നമുക്കൊക്കെ ഉണ്ടാവില്ലേ? നമ്മളെ മകൻ, നമ്മളെ ബാപ്പ, നമ്മളെ ഉമ്മ ഭയങ്കര ഇഷ്ടല്ലേ അവർക്ക്? എന്താണെങ്കിലും ഇഷ്ടമാണല്ലോ, അത് ഉറപ്പല്ലേ ഇഷ്ടമാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ അരികിൽ സ്വന്തം മകനെ കുറിച്ച് ആക്ഷേപം ഒരു ഉമ്മ പറഞ്ഞു. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, കുറച്ച് വിറക് കൊണ്ടുവരാ ബിലാലെ എന്ന് പറഞ്ഞു. വിറക് കൊണ്ടുവന്നു.
എന്തിനാ നബിയെ വിറകെന്ന് ചോദിച്ചു. ഓ, നിങ്ങൾ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഇത്തരം പൊരുത്തല്ലാത്ത മകനാണെങ്കിൽ ആ മകന് അള്ളാഹു തആല നരകം കൊടുക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അവനെ ചുടാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പഠിച്ചു പുണ്യ നബിയെ, ഞാൻ മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്, നിന്റെ കുട്ടിയെ ചുടരുത്. മനസ്സിലായില്ല? അതാണ് ഉമ്മാന്റെ സ്നേഹം, അതാണ് മാതൃസ്നേഹം. അങ്ങനത്തെ ഉമ്മയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത്. എന്താവട്ടെ, ഹബീബായ റസൂലുള്ളാഹിയുടെ അരികിൽ ഉമ്മ സ്വന്തം മകനെ പറ്റി ആക്ഷേപം പറഞ്ഞു വന്നതാ. ആ ഉമ്മാനെ പരീക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് വിറകുണ്ടാക്കി ബിലാലെ എന്ന് സയ്യിദ്നാ ബിലാലിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്തിനാണ് വിറകെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ മകനെ ചുട്ടേരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പൊരുത്തല്ലാത്ത മകൻ.